അപ്പോൾ സമയം കളയാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് ഇതിലേക്ക് പോവാം. നമുക്ക് കൺസിഡർ ചെയ്യുന്ന ബോഡി സി, അതായത് മിനിമം നമ്പർ ഓഫ് ഫോഴ്സ് ഉള്ള ബോഡി ഇതാണ്. നമ്മൾ നേരത്തെ ഫ്രീ ബോഡി ഡയഗ്രം വരച്ചിരുന്നു. അപ്പം മിനിമം നമ്പർ ഓഫ് ഫോഴ്സസ് ഉള്ള സി ആയതുകൊണ്ട് കൺസിഡറിങ് ദ ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി സി എന്താണ്? കൺസിഡർ ദി ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി സി. സി എന്ന് പറയുന്ന ബോഡിയുടെ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യാൻ പോവാണ്. അപ്പം റിസൾട്ടൻ്റ് ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും. ദാറ്റ് ഈസ് സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0 ആൻഡ് സിഗ്മ എഫ് ഒ ഈക്വൽ ടു 0. അപ്പം ഞാൻ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുവാണ്. സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് എടുക്കുക. അപ്പോൾ സിഗ്മ എഫ് എക്സിൻ്റെ സ്ഥലത്ത് ഞാൻ എക്സ്പാൻഷൻ വരുന്നു ഈക്വൽ ടു 0. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? റൈറ്റ് സൈഡ് കിടന്നുണ്ട്. സിഗ്മ എഫ് എക്സ് ഫസ്റ്റ് ഈസ് 200 ന്യൂട്ടൺ വെർട്ടിക്കലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ 0 ആണ് അതിൻ്റെ എക്സ് കമ്പോണൻറ്റ്. പ്ലസ് ഓർ മൈനസ് ഇപ്പുറത്ത് ആലോചിക്കാം. അപ്പോൾ നമ്മൾ സൈൻ കൺവെൻഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഞാനിപ്പോൾ ഇങ്ങനെ എടുക്കുന്നു. പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ പ്ലസ്, പോസിറ്റീവ് വൈ ഡയറക്ഷൻ ഇങ്ങോട്ട് ഡയറക്ഷനാണ് പ്ലസ്. അപ്പം എക്സിന് നേരെ ഓപ്പോസിറ്റ് വന്നാൽ നെഗറ്റീവ്, വൈക്ക് നേരെ താഴെ വെർട്ടിക്കൽ ഇതാണ് നെഗറ്റീവ്. ഇത് തന്നെ തിരിച്ചെടുത്താലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമുക്ക് കിട്ടുന്ന ആൻസറിന് വേരിയേഷൻ കിട്ടും. അപ്പോൾ പ്ലസ് ഞാൻ പ്ലസ് അങ്ങ് എഴുതി പോട്ടെ. ഇനി അടുത്ത് നമുക്ക് R2 നമ്മൾ റിസോൾവ് ചെയ്യുന്നു. R2 റിസോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ഇതൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഒറ്റ സ്റ്റെപ്പിൽ എഴുതി അങ്ങ് പോകുന്നേ ഉള്ളൂ. ആദ്യം നമ്മൾ ബോക്സ് ഒക്കെ എഴുതി ഭയങ്കര സിമ്പിളായിട്ട് നോക്കിയതാണ്. ഇപ്പോൾ നമ്മൾ അധികം ഇങ്ങനെ അവിടെയും ഇവിടെയും ഇനി ബോക്സ് ഒക്കെ വരച്ചുകൊണ്ടിരുന്ന ഒരുപാട് നേരം കളയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ നിൽക്കുന്നില്ല. ജസ്റ്റ് നമുക്ക് എന്താ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാം, അവിടെ ബോക്സ് വരച്ച് ചെയ്ത പോലെ R1 R2 ഫോഴ്സ് എഴുതി, എഫ് എക്സ് എഴുതി, എഫ് ഒ എഴുതി, എൻ്റെ സിഗ്മ എഫ് എക്സ് ഈക്വൾ 0 എന്ന് എഴുതി, എഫ് ഒ ഈക്വൾ 0 എന്ന് എഴുതി, ആ ഇക്വേഷൻസ് രണ്ടും എടുത്ത് സോൾവ് ചെയ്തതാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ കുറേ നേരം എടുക്കും. അതുകൊണ്ട് പാടാം, ഒരുപാട് സമയം എടുക്കും. അപ്പോൾ അതിൻ്റെ കാര്യമില്ല. വേണമെങ്കിൽ നിങ്ങൾ ആദ്യമേ ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ സോൾവ് ചെയ്ത് നോക്കാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ് സോൾവ് ചെയ്യാം. R2വിനെ ഞാൻ എക്സിലേക്ക് കൊണ്ടുവയ്ക്കുന്നു. ആ എക്സിലേക്ക് ഫസ്റ്റ് സൈനാണ് നോക്കുന്നത്, ലെഫ്റ്റ് സൈഡിലേക്കാണ് നെഗറ്റീവാണ്. നെഗറ്റീവാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്, നെഗറ്റീവ്. നെക്സ്റ്റ് പേന പോയി, ജസ്റ്റ് വെയിറ്റ്. ഇനി R2വിലേക്ക് ഇതിനെ കൊണ്ടുവന്ന് റിസോൾവ് ചെയ്ത് ഇങ്ങനെ വെക്കുക. അപ്പോൾ R2വിലേക്ക് ഇതിനെ കൊണ്ടുവന്ന് ഇങ്ങനെ റിസോൾവ് ചെയ്ത് വെക്കുമ്പോൾ കോസ് അല്ല സൈൻ കമ്പോണൻ്റ് ആണ്. R2 ഇൻറ്റു എന്താണ് വരുന്നത്? സൈൻ, ഞാനത് പറയണ്ടല്ലോ, സൈൻ 41.81. കാര്യം 41.81 ഒയ്യുമായിട്ട് ചേർന്ന് നടക്കുന്നത്. അപ്പോൾ എക്സ് കമ്പോണൻ്റ് കണ്ടുപിടിക്കാൻ സൈൻ കൊണ്ടുപോയിട്ട്. അപ്പോൾ R2 കഴിഞ്ഞു. ഇനി അടുത്ത R1 ഉള്ളൂ. R1 എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്ത് വയ്ക്കുന്നു. ആരോ കിടക്കുന്നത് ഇങ്ങോട്ടാണ്, ആരോ ഇങ്ങോട്ടല്ലേ കിടക്കുന്നത്. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വെക്കുമ്പോൾ ആരോ ഇങ്ങോട്ട് കിടക്കുക, റൈറ്റ് സൈഡോട് കിടക്കുക. റൈറ്റ് സൈഡോട് ആരോ കിടന്നു കഴിഞ്ഞാൽ പോസിറ്റീവാണ്. പ്ലസ് R1 ഇൻറ്റു എന്താണ് 41.8 വൈ ആയിട്ട് മേക്ക് ചെയ്യുന്നത്. അപ്പോൾ എക്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എന്നെ സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. സൈൻ 41.81. ഇത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ R1ഉം നമുക്ക് R2 അറിയത്തില്ല, രണ്ടും അറിയത്തില്ല. R1 പറഞ്ഞുകൂടാ, R2 പറഞ്ഞുകൂടാ. അപ്പോൾ അത് ഇവിടെ ഇങ്ങനെ എഴുതി വെക്കലേ നടക്കത്തുള്ളൂ. അപ്പോൾ എന്താണ് R2 മൈനസ് ആണ്, ഇതങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ R2 സൈൻ 41.81, ഈ മൈനസ് ഇവിടെ കിടപ്പുണ്ട്, ഇത്ര ഇവിടെ കിടപ്പുണ്ട്, വിച്ച് ഇസ് ഈക്വൽ ടു ഈ സാധനം അപ്പുറത്ത് പോയാൽ മൈനസ് R1 സൈൻ 41.81. ഈ സൈൻ 41.81 സൈൻ 41.81 വെട്ടിപ്പോകും. പ്ലസ് മൈനസ് പ്ലസ് ആയി. ദാറ്റ് ഈസ് R2 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? R1. ഇതാണ് ഫസ്റ്റ് ഇന്ന് കിട്ടിയ ഒരു കണ്ടീഷൻ. R2 ഈക്വൽ ടു R1 എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് നമ്മൾ എത്തി അല്ലേ. R2 ഈക്വൽ ടു R1. ഇനി ഇവിടെ നിന്ന് നെക്സ്റ്റ് ഇനി സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0യിലാണ് നമ്മൾ ഈ പരിപാടി നടത്തിയത്. ഇനി അടുത്ത സിഗ്മ എന്ത് ചെയ്യുക? എഫ് വൈ ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് കൊടുക്കുന്നു? 0 കൊടുക്കുന്നു. സിഗ്മ എഫ് വൈ ആണെങ്കിൽ വൈ ആക്സിസിലേക്ക് ഇങ്ങനെ റിസോൾവ് ചെയ്ത് 0 കിക്ക് ചെയ്യുന്നു. വൈ ആക്സിസ് റിസോൾവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് 200 ന്യൂട്ടൺ താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്. താഴേക്കാണ് മൈനസ് ആണ്, -200 എന്ന് പറയുന്നത് 200 മാറി. നെക്സ്റ്റ് അടുത്ത R1 ആണ്. R1നെ റിസോൾവ് ചെയ്യുമ്പോൾ R1 R2 നിങ്ങൾ ഇഷ്ടം. R1 ഇങ്ങോട്ട് എടുത്ത് വെച്ചിരിക്കുമ്പോൾ ആരോ മുകളിലോട്ടാണ് ഇരിക്കുന്നത്. ആരോ മുകളിലോട്ട് ഇരുന്ന പ്ലസ് ആണ്, പ്ലസ് ഇട്ടു, R1 ഇട്ടു. ഇനി എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ആണ്? 41.81 എന്ന് പറയുന്നത് വൈ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ്. അപ്പം സൈൻ കൊണ്ടല്ല കോസ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ആണ് വൈ കമ്പോണൻ്റ് ആക്കുമ്പോൾ. കോസ് ഓഫ് 41.81 ആണ് ചെയ്യാനുള്ളത്. പിന്നെ R2വിനെ റിസോൾവ് ചെയ്യും. R2 ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവച്ചു, ആരോ ഇങ്ങോട്ട് ഇരിക്കും, മുകളിലേക്ക് ഇരിക്കും. ആരോ മുകളിലേക്ക് ഇരുന്ന പ്ലസ് ആണ്, അതും പ്ലസ് വരും. R2 ഇൻറ്റു ഇനി 41.81 മേക്ക് ചെയ്യുന്നത് വൈ ആക്സുമായിട്ടാണ്. അപ്പോൾ ഇതിനെ റിസോൾവ് ചെയ്യുമ്പോൾ സൈൻ കൊണ്ടല്ല മൾട്ടിപ്ലൈ ചെയ്യുന്നത്, കോസ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. കോസ് 41.81 വിച്ച് ഇസ് ഈക്വൽ ടു 0. ഇനി വേറെ കോസ് ഒന്നും ഇല്ല. ഇനി നമുക്കിവിടെ അറിയാവുന്നൊരു കാര്യം R2 ഈക്വൽ ടു R1 ആണ്. അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. പുട്ട് 1
ഇൻ ടു. ഒന്നാമത്തെ കണ്ടീഷൻ 2-ൽ കൊടുക്കുന്നു. അപ്പോൾ ഈ R1-ന് പകരം എന്ത് കൊടുക്കാം? അല്ലെങ്കിൽ R2-ന് വരെ R1 കൊടുക്കുക. ഇങ്ങനെ ഇഷ്ടമുള്ളതില്ല. R2-ന് വരെ കൂടെ R1 കൊടുക്കുക. അപ്പോൾ ഫുൾ R1-ലാവും. -200 പ്ലസ് ഈ R1 അവിടെ ഉണ്ട്. R1 ഇൻറ്റു cos 41.81 പ്ലസ് R2-ന് വരെ നമുക്ക് എന്ത് കൊടുക്കുക? R2 ഈക്വൽ ടു R1. അപ്പോൾ R1 കൊടുക്കുക. R1 ഇൻറ്റു cos 41.81 which is equal to 0. ഇതുവോ? അടുത്തത് -200 വേണമെങ്കിൽ ഇന്ന് R1 പുറത്തെടുത്തിട്ട് cos 41.81 പ്ലസ് cos 41.81 2 cos 41, അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിക്കാം. R1 cos 41.81 പ്ലസ് R1 cos 1. അപ്പോൾ 1x പ്ലസ് 1x എന്ന് പറഞ്ഞാൽ 2x എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ എന്താണ്? 2 ഇൻറ്റു നമുക്ക് എന്ത് വരും? R1 ഇൻറ്റു cos 41.81 എന്ന് വരും. വിച്ച് ഇസ് ഇക്വൽ ടു 0. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തുകൂടെ? ഈ R1 പുറത്തെടുത്താൽ cos 41.81 പ്ലസ് cos 41.81. അപ്പോൾ 2 cos 41.81 എന്ന് കിട്ടും. അപ്പോൾ 2 ഇൻറ്റു cos 41.81 ഇൻറ്റു R1. എങ്ങനെ വേണോ ഇവിടെ ചിന്തിക്കാൻ, നിങ്ങൾ ഏത് രീതിയിലാണ് എടുക്കുന്നത് ആ രീതി. ഇനി ഇവിടെ നിന്ന് ഇത് ഇത്രയും അൺനോൺ ആയിട്ടുള്ള ടേംസ് കിടക്കുന്ന ഇവിടെ -200 അങ്ങ് അപ്പുറത്ത്. അപ്പോൾ 2 ഇൻറ്റു എന്താണ്? R1 ഇൻറ്റു cos 41.81 ഇവിടെ കിടക്കും. ഈ -200 അപ്പുറത്തേക്ക് പോയാൽ എന്ത് കിട്ടും? +200. അപ്പോൾ ഈ രീതിയിലേക്ക് അത് മാറി. അപ്പോൾ ഇനി നെക്സ്റ്റ് അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ R1 ഇവിടെ കിടക്കട്ടെ, ബാക്കിയെല്ലാം അപ്പുറത്ത് പോട്ടെ. അപ്പോൾ R1 ഇവിടെ ഉണ്ട്, ഇവിടെ എന്തുകൊണ്ട്? ഓൾറെഡി 200 ഉണ്ട്. അപ്പം 2 മൾട്ടിപ്ലൈ ചെയ്തേക്കണം. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യണം. cos 41.81 മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ cos 41.81 കൊണ്ട് ഡിവൈഡ് ചെയ്തു. വിച്ച് ഇസ് R1 ഈസ് ഈക്വൽ ടു 200 ഡിവൈഡ് ബൈ ഈ സാധനം വരും. 200 ഡിവൈഡ് ബൈ എന്ത് വരും? 200 ഡിവൈഡ് ബൈ 2 ഇൻറ്റു cos 41.81. The answer is 134.163 ന്യൂട്ടൺ എഴുതും. അപ്പോൾ ഇത് നമ്മുടെ R1-നെ സംബന്ധിച്ചിടത്തോളം ക്ലിയർ ആയി. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ആൻസർ. ഒരു ആൻസർ R1 ആണല്ലോ. R1 കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് ആൻസർ TAB GB ഒക്കെയാണ്. പക്ഷെ എന്നാലും നമുക്ക് വേണ്ട സാധനങ്ങളിൽ ഒരെണ്ണം ഇതാണ് കണ്ടുപിടിച്ചെടുക്കും. ഈ R1 കിട്ടിയ സ്ഥിതിക്ക് ഇനി R2 കണ്ടുപിടിക്കാൻ R1 ഈക്വൽ ടു R2 ആണ്. അപ്പോൾ R2 therefore R2 is equal to R2 is also equal to നമുക്ക് എന്ത് പറയേണ്ടി വരും? 134.163 ന്യൂട്ടൺ എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇത് നമ്മുടെ ആൻസറിൽ പെടുന്ന സാധനമാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രണ്ടെണ്ണം സോൾവ് ആയി. R1-ൻ്റെ വാല്യൂ സോൾവ് ആയി, R2-ൻ്റെ വാല്യൂ സോൾവ് ആയി. ഇനി നമുക്ക് A വേണോ എടുക്കാം, B വേണോ എടുക്കാം, രണ്ട് വേണോ എടുക്കാം. കാര്യം എന്താ? രണ്ടിലും ഒരേ കണ്ടീഷനാണ്. R1 നോണായി, 100 നോണായി, RDയും TAB അറിഞ്ഞുകൂടാ. അപ്പോൾ ഇത് രണ്ടെണ്ണം അൺസോൾവ്ഡും രണ്ടെണ്ണം എന്താണ് അൺനോണും രണ്ടെണ്ണം അറിയാമെന്നുള്ളൂ. അപ്പോൾ ഇത് വേണമെങ്കിൽ സോൾവ് ചെയ്യാം. അല്ലെങ്കിൽ ഇതും നോക്കിയാൽ R2 നമുക്ക് സോൾവ് ആയി, TBA അറിഞ്ഞുകൂടാ, RE അറിഞ്ഞുകൂടാ, പക്ഷേ 100 അറിയാം. അപ്പോൾ രണ്ടെണ്ണം അറിയാം, രണ്ടെണ്ണം അറിയാം. അപ്പോൾ ഏത് വേണോ നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ എന്താണ് എടുക്കുന്നത്? കൺസിഡറിങ് ദ ബോഡി A എന്ന് പറയുന്ന ബോഡി. കൺസിഡർ ദ ഇക്വിലിബ്രിയം ഓഫ് ബോഡി A എന്ന് പറയുന്ന ബോഡിയുടെ ഇക്വിലിബ്രിയം എടുക്കുന്നു. അപ്പോൾ R1-ൻ്റെ വാല്യൂ നമുക്ക് അവിടെ എന്ത് ചെയ്യണം? അറിയണം. 134.163. അപ്പോൾ സിഗ്മ FX ഈക്വൽ ടു 0. സ്പീഡ് കൂട്ടാലോ. FX ഈക്വൽ ടു 0 ആകുമ്പോൾ ഇങ്ങനെ. ഇത് TAB റൈറ്റ് സൈഡിലോട്ട് പോസിറ്റീവ് പ്ലസ് TAB എന്ന് എഴുതി. ഇത് റിസോൾവ് ചെയ്യുമ്പം ഇങ്ങോട്ടിരിക്കും, ആരോ ലെഫ്റ്റ് സൈഡിലോട്ട് നെഗറ്റീവ്. R1 ഇൻറ്റു എന്താണ്? കോസ് ആണ്. അതായത് കാര്യം എക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് 48. അപ്പോൾ കോസ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ഉള്ളത്. കോസ് 48.189. പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് റിസോൾവ് ചെയ്യാൻ അറിയാം. വേറെ ഒന്നുമില്ല. വിച്ച് ഇസ് ഈക്വൽ ടു 0. R1 നമുക്കറിയാം. TAB മൈനസ് R1-ൻ്റെ വാല്യൂ 134.163 ഇൻറ്റു കോസ് 48.189 ഈക്വൽ ടു 0. ഇവിടെ നിന്ന് TAB ഇവിടെ കിട്ടും, ബാക്കിയെല്ലാം അപ്പുറത്ത് പോകും. ഇതെല്ലാം അപ്പുറത്ത് പോകും. മൈനസ് എന്ന് പറയുന്നത് പ്ലസ് ആവും. 134.163 ടൈം മൊത്തത്തിലാണ് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ മുമ്പ് കിടക്കുന്ന മൈനസ് ആണ്, അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ആകുന്നത്. അല്ലാതെ ഈ ടൈമിന് പകുതി പകുതിയല്ല പോകുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതങ്ങ് മൈനസ് ഇൻറ്റു അപ്പുറത്ത് കൊണ്ടുപോകണമെങ്കിൽ ഇത് കോമൺ എടുത്തേ അപ്പുറത്ത് കൊണ്ടുപോകാൻ പറ്റും. ഇത് ഞാൻ ഈ ടൈം ഫുള്ളായിട്ട് അപ്പുറത്ത് പോകും. മൈനസ് ഓഫ് ഇത്രയും സാധനം അപ്പുറത്ത് പോയി പ്ലസ് ഓഫ് അത്രയും സാധനമാവും. ഇൻറ്റു കോസ് എന്താണ് 48.189.
അപ്പോൾ ഇതിൻ്റെ വാല്യൂ TAB ടെൻഷൻ നമ്മളൊരു ആൻസറാണ് നമുക്ക് ഓൾറെഡി ഇപ്പോഴേ കിട്ടുമെന്ന് 134 ഇത് കോസ് 48.189 വാല്യൂ 89.443 ന്യൂട്ടൺ. അപ്പോൾ ഇത് നമ്മുടെ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്ന റിക്വയർഡ് ആൻസറാണ്. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, പിന്നെ അപ്പോൾ TAB എന്ന് പറയുന്നത് നമുക്കത് കിട്ടുമല്ലോ 59.4. ഇനി നെക്സ്റ്റ് അടുത്ത TAB കിട്ടി. ഇനി നമുക്ക് ഇതും കൂടെ വേണം, RD കൂടെ വേണം. കാര്യം നമുക്ക് റിയാക്ഷൻസും ക്വസ്റ്റിന് ചോദിച്ചിട്ടുണ്ട്. therefore RD കൂടെ കണ്ടുപിടിക്കണം. സിഗ്മ FX എടുത്ത് 0 എടുത്ത പോലെ സിഗ്മ FY = 0. FY ആകുമ്പോൾ Y ആക്സിസ് താഴേക്ക് ആക്ട് ചെയ്യുന്നു 100 തൊട്ട് -100 വരും. മുകളിലേക്ക് ആക്ട് ചെയ്യുന്നു -RD നമ്മൾ ഇടേണ്ടി വരും. പിന്നെ ഇതിനെ റിസോൾവ് ചെയ്യുന്നു. ഇതിനെ റിസോൾവ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് എടുത്ത് വയ്ക്കും. ആരോ താഴേക്കാണെങ്കിൽ പോസിറ്റീവാണ്. R1 ഇൻറ്റു എന്താണ് 48.11 x ആയിട്ട് മേടിക്കുന്നത്. അപ്പോൾ Y കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ സൈൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. സൈൻ ഓഫ് 48.189 വിച്ച് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇത്രയാണ് നമുക്ക് അവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ബാക്കി ചെയ്യുമ്പോൾ ബാക്കി ചെയ്യുമ്പോഴത്തേക്ക് ഇവിടുന്ന് RD മാത്രം ഇവിടെ ഇടാം, ബാക്കിയെല്ലാം അപ്പുറത്ത് കൊണ്ടുപോകുന്നതാണ്. R1 കൂടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ -100 -RD പ്ലസ് R1 എന്ന് പറയുന്നത് എത്രയാണ് 134.163 ഇൻറ്റു സൈൻ 48.189 0. ഇവിടെ നിന്ന് -100 -RD ഇതിൽ അൺനോണൊന്നുമില്ല. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഇപ്പോഴേ അത് സോൾവ് ചെയ്യാം. 134.163 ഇൻറ്റു സൈൻ 48.189 റൈറ്റ് പ്ലസ് 99.99 വിച്ച് ഈസ് ഈക്വൽ ടു 0. ഇവിടെ ഇതെല്ലാം അപ്പുറത്ത് പോയാൽ -RD ഇവിടെ കിടക്കും വിച്ച് ഈസ് ഈക്വൽ ടു വെച്ചാണെങ്കിൽ സോൾവ് ചെയ്യാൻ കേട്ടെ. അങ്ങോട്ടെ അത് 0 എന്തോ പനിയുണ്ടല്ലോ. സിഗ്മ FX ഈക്വൽ ടു 0. FX ഈക്വൽ ടു 0 T കിട്ടി. FY ഈക്വൽ ടു 0യിൽ FY 48.18 RD plus R1 51. കിട്ടുമോ നോക്കട്ടെ. RDയുടെ വാല്യൂ 200 പ്ലസ് മൈനസ് അല്ലെങ്കിൽ മാറിപ്പോയിട്ടുണ്ടോ? ഇപ്പോൾ തെറ്റിയതാ. ആണ്ടോ RD താഴേക്ക്, RD മുകളിലോട്ടല്ലേ, മുകളിലോട്ടാകുമ്പോൾ പ്ലസ് അല്ലേ വരുന്നത്, മുകളിലോട്ടാകുമ്പോൾ പ്ലസ് ആണ്. അതെ, RD പ്ലസ് ആകുന്നു. പ്ലസ് RDയുടെ വാല്യൂ പ്ലസ് ആണ്, RDയുടെ വാല്യൂ പ്ലസ് ആണ്. മറ്റ് രണ്ടും മൈനസ് വരും. ഇപ്പോൾ സൈൻ കൺവെൻഷൻ മൊത്തത്തിൽ തിരിഞ്ഞുകൂടെ. R1 ഇങ്ങോട്ടല്ലേ റിസോൾവ് ചെയ്തേ, അപ്പോൾ താഴോട്ടല്ലേ വരുന്നത്, മൈനസ് അല്ലേ വരുന്നത്. നമ്മളോട് ആഡ് ചെയ്ത് ഇവിടെയും മൈനസാണ്, ഇവിടെയും മൈനസാണ്. ഫിസിക്കൽ 0. അപ്പോൾ ഈ -100 അപ്പുറത്ത് പോകുമ്പോൾ +100 ആവും, -99 ആവും, +99.99. ഇത് ഇപ്പോൾ 100 to 199.99 എന്ന് കിട്ടും. RD which is equal to RD is equal to 200. ഇതാണ് പ്രശ്നം. നമുക്ക് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ഫുൾ കോൺസെൻട്രേഷൻ ഇവിടെ വരണമെന്നില്ല. ഇത് പ്രശ്നമില്ലല്ലോ. 100 ന്യൂട്ടൺ എന്ന് പറയുന്നത് താഴേക്ക് ആക്ട് ചെയ്യുന്നു. താഴേക്ക് ആക്ട് ചെയ്തപ്പോൾ 100 ന്യൂട്ടൺ താഴേക്ക് ആക്ട് ചെയ്തപ്പോൾ മൈനസ് ആണ് വരുന്നത്. RD എങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നത്, മുകളിലേക്ക്. RD മുകളിലേക്ക് ആകുമ്പം മുകളിലേക്കുള്ളത് പോസിറ്റീവാണ്. പിന്നെ R1 ഞാൻ ഇങ്ങോട്ട് റിസോൾവ് ചെയ്യുന്നു, Y ആക്സിലേക്ക് റിസോൾവ് ചെയ്യുന്നു, താഴേക്ക് ആക്ട് ചെയ്യുന്നു. താഴേക്ക് ആക്ട് ചെയ്താൽ എന്താണ്, വീണ്ടും നെഗറ്റീവാണ്. ഓക്കെ, ആ ഒരു നെഗറ്റീവ് പോസിറ്റീവ് മാറിയപ്പം ആൻസർ മാറിയല്ലോ. അപ്പോൾ ഇവിടെ നെഗറ്റീവാണ് വരുന്നത്.
ഇവിടെ നെഗറ്റീവ് ആയിരുന്നു. അപ്പോൾ ആർ ഡി ഞാൻ ഓപ്പോസിറ്റ് ചിന്തിച്ചുകൊണ്ടാണ് അത് വെച്ച് ഇപ്പുറത്ത് എഴുതിയത്. ബേസിക്സ് പോയില്ല. ആർ ഡി ഞാൻ എന്തോ തെറ്റിച്ച് മൈനസ് ഒന്നാക്കി. ആർ ഡി മൈനസ് ആണെങ്കിൽ ആർ ഡി എന്തോ മുകളിലോട്ട് മൈനസ് ആണെങ്കിൽ അപ്പുറത്ത് പോസിറ്റീവ് ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞാൽ അവിടെ അത് എടുത്ത് ചെയ്തു. അപ്പോൾ വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നില്ല, പഴയത് ചിന്തിക്കുന്നില്ല. ഇതാണ് നമുക്ക് പറ്റുന്ന അബദ്ധങ്ങളാണ്. അപ്പോൾ എന്താണ്, നിങ്ങൾ ശ്രദ്ധിച്ച് ഫുൾ കോൺസെൻട്രേഷൻ തന്നെ ചെയ്യുക. ആർ ഡി 0 ആയി പോകത്തില്ല ഒരിക്കലും, അതുകൊണ്ടാണ് ഞാൻ നോക്കിയത് 200 ന്യൂട്ടൺ എന്ന് പറയുന്ന സാധനം. ഓക്കെ, അപ്പം ആർ ഡി = 200 ന്യൂട്ടൺ എന്ന് പറയുന്നത് വന്നു. ഇനി നെക്സ്റ്റ് അതേപോലെ ഇക്വിലിബ്രിയം ഓഫ് ഈ ബോഡി കണക്ട് ചെയ്താലും ആർ ഇയുടെ വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്ത് നോക്കുക, അത് എത്രയാണെന്നുള്ളത് കണ്ടുപിടിച്ച് നോക്കുക. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ആർ ടുവിൻ്റെ വാല്യൂ വെച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് ഇത് വാല്യൂ മാറി വരുന്നത്. R1 R2 ഈക്വൽ ആയതുകൊണ്ട് ഇവിടെ പിന്നെ വേരിയേഷൻ ഒന്നുമില്ല. 100 R2 TBA അതേപോലെ തന്നെ കിട്ടും. RE എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യും, അതേപോലെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ വേരിയേഷൻസ് ഒന്നും നിങ്ങൾക്ക് വരില്ല. ഇപ്പോൾ RE ഇതേപോലെ കൺസിഡറിങ് ദ ഇക്വിലിബ്രിയം എന്ത് ചെയ്ത് നോക്കിയാൽ, കൺസിഡർ ദ ഇക്വിലിബ്രിയം എന്തായിട്ട് ചെയ്ത് നോക്കി ഓഫ് ബോഡി. ഏത് ബോഡി ബി. നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, TBA ആണ് വേണ്ടത്. TBA ഈക്വൽ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇവിടെ എത്രയാണോ കിട്ടിയത് അത് തന്നെ കിട്ടും, 89.443. ഓക്കെ, ഇനി RE എന്ന് പറയുന്നത് കണ്ടുപിടിക്കുമ്പോഴും എന്ത് തന്നെ കിട്ടും, ഈ കണ്ടുപിടിച്ച് RD തന്നെ കിട്ടും, 200 ന്യൂട്ടൺ തന്നെ കിട്ടും. കണ്ടുപിടിച്ച് നോക്കുക, ഫൈൻഡ് ഇറ്റ്. സ്വന്തമായിട്ട് കണ്ടുപിടിക്കുക. കാര്യം എല്ലാം സെയിം ആണ്. R2 = R1 അല്ലേ. അപ്പോൾ ഈ R1 വന്ന പോലെ തന്നെ R2 വരും. TBA 100 തന്നെയാണ് ഇവിടെ 100. പിന്നെ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം, ഈ ആംഗിൾ തന്നെയാണ് ഈ ആംഗിൾ. അപ്പോൾ ഇതേപോലെ തന്നെ എന്ത് ചെയ്യും, ആൻസർ ഇപ്പുറത്തും വരും. നിങ്ങൾ കണ്ടുപിടിച്ച് നോക്കുക, യു വിൽ ഗെറ്റ് ദ സെയിം ആൻസർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് ആൻസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ കണ്ടുപിടിച്ചിട്ട് വേണം എടുത്തത്. അല്ലെങ്കിൽ ഇത് സെയിം ആയിട്ട് വരുമെന്ന് പറഞ്ഞ് എഴുതി വെച്ചാലും മതി. കാര്യം നമ്മൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്തായാലും നിങ്ങളൊന്ന് ഒരു ഫസ്റ്റ് തവണ ചെയ്യുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക. കാര്യം നിങ്ങൾക്ക് കണ്ടുപിടിക്കുന്ന ഒരു പ്രാക്ടീസ് കിട്ടുമല്ലേ. അപ്പോൾ അത് ആണ് നമുക്ക് എന്താണ് ഒരു സാധനം. ഇത്രയേ ഉള്ളൂ.